എല്ലാവരും ഇങ്ങോട്ട് നോക്കി. തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന നാണവില്ലിയോടെ നിനക്കൊക്കെ. അന്തസ്സായിട്ട് ജീവിക്കണം, തെണ്ടിയല്ല ജീവിക്കണ്ടേ. പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ആ മര്യാദയ്ക്ക് സർവീസ് കൊടുത്തിട്ട് അവന്റെ പുറകെ കിടക്കുക താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞ്. ബിസിനസ്സുകാരെ എന്തിനാ തെണ്ടിന്ന് വിളിക്കുന്നത്? ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും, ഇപ്പൊ ഈശി പൂശോടാ. ഉണ്ടോ നിങ്ങൾ 1 മണിക്കൂർ ഞങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്യിച്ചില്ല. അതിന് ബിസിനസ്സുകാരെ തെണ്ടി എന്ന് പറയാൻ ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാ. പക്ഷേ അങ്ങേരോട് ഞങ്ങൾ ആദ്യമേ പറയുന്നുണ്ട്, നിങ്ങൾ ചില സമയത്തൊക്കെ നിങ്ങളെ യൂട്യൂബ് ചാനലിലൊക്കെ ആൾക്കാർ അസഭ്യം പറയാറുണ്ട് നിങ്ങളെ വാക്കുകൾ കേട്ടിട്ട്. അത്തരം വാക്കുകൾ ഇവിടെ ഉപയോഗിക്കരുത്, ഇത് കോഴിക്കോടാണെന്ന് പറഞ്ഞാറുണ്ട്. വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല. പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ആ വീഡിയോ കേട്ടാൽ അറിയാം, ഞാനിവിടെ പറയുന്നില്ല വാക്കുകൾ റിപ്പീറ്റ് ചെയ്തിട്ട്, അത്തരം വൃത്തികെട്ട വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഒരുപാട് ലേഡീസ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഉണ്ട്, അവരൊന്നും മുന്നിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകളൊക്കെയായിരുന്നു ബിസിനസ്സുകാരെ പറ്റിയിട്ടും കസ്റ്റമറെ പറ്റിയൊക്കെ തെറി വിളിക്കുന്നത്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്, ഇത് അതുക്കും മേലെ. ചേട്ടാ, ചേട്ടന് മാത്രമേ ഇവിടെ ബുദ്ധിമുട്ടുള്ളൂ. ഈ ചേട്ടന് തിരിച്ചു കൊടുക്കാനുള്ള പൈസ ഞാൻ തന്നേക്കാം, ഒന്ന് പോയി തരുമോ പ്ലീസ്? എടോ തനിക്കെന്താണോ ഇത്രയോ ചാട തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട്. കാരണം 1 മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തു. അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? നാരായണ പൂരാ